നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുരാണങ്ങളിൽ ദേവന്മാർ, യക്ഷർ, കിന്നരർ, ഗന്ധർവർ എന്നിവരെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ കാണാം. പ്രത്യേകിച്ച് ഗന്ധർവർ സംഗീതം, സൗന്ദര്യം, സ്നേഹം, വിവാഹയോഗം, കലാപ്രതിഭ എന്നിവയുമായി ബന്ധപ്പെട്ട ദിവ്യശക്തികളായി വിവരിക്കപ്പെടുത്തിയിരിക്കുന്നു. ഈ അധ്യായത്തിൽ ഗന്ധർവർ ആരാണെന്നും ഗന്ധർവ മന്ത്രങ്ങൾ എന്താണെന്നും ലളിതമായ സാധനാ രീതി, മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെപ്പറ്റി പറയാം. അവസാനം വരെ കാണുക. ഗന്ധർവന്മാർ ഹൈന്ദവ പുരാണത്തിലും ഇതിഹാസങ്ങളിലും പരാമർശിക്കപ്പെടുന്ന ദിവ്യശക്തികളുള്ള ഒരു കൂട്ടം ദേവയോനികൾ അഥവാ സ്വർഗീയ ജീവികളാണ്. ഗന്ധർവന്മാർ പ്രധാനമായും സ്വർഗത്തിലെ സംഗീതജ്ഞരും നർത്തകരുമാണ്. ദേവന്മാരുടെ സഭയായ ഇന്ദ്രസഭയിൽ പാട്ട് പാടുകയും സംഗീതോപകരണങ്ങൾ വായിക്കുന്നതും ഇവരാണ്. അവരുടെ തന്നെ സ്ത്രീരൂപങ്ങളെയാണ് അപ്സരസുകൾ എന്ന് വിളിക്കുന്നതെന്ന് ചിലയിടങ്ങളിൽ പറയുന്നു. ഇവർ രണ്ടു കൂട്ടരും ചേർന്നാണ് സ്വർഗീയ വിനോദങ്ങൾ നയിക്കുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവിൽ നിന്നോ അല്ലെങ്കിൽ കശ്യപ മഹർഷിയിൽ നിന്നോ ആണ് ഗന്ധർവന്മാരുടെ ഉൽപ്പത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇവർ അതിസുന്ദരന്മാരും ആകർഷകമായ ശബ്ദവും ശരീരകാന്തിയും ഉള്ളവരുമായാണ് ഇവർ വിശേഷിക്കപ്പെടുന്നത്. മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയുന്ന ഇവർക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാനും ആഗ്രഹാനുസരണം രൂപം മാറാനുമുള്ള കഴിവുണ്ട്. വേദകാലഘട്ടത്തിൽ സോമരസത്തിൻ്റെ കാവൽക്കാരായി ഗന്ധർവന്മാരെ കണക്കാക്കുന്നു. ഈ ഗന്ധർവൻ കൂടുക എന്നാൽ എന്താണ്? കേരളീയ നാടോടി വിശ്വാസങ്ങളിലും മന്ത്രവാദ ആചാരങ്ങളിലും കാണപ്പെടുന്ന ഒരു സങ്കല്പമാണ് ഗന്ധർവൻ കൂടുക അല്ലെങ്കിൽ ഗന്ധർവ ബാധ. ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീയിൽ ഗന്ധർവന്റെ അദൃശ്യമായ സാന്നിധ്യമോ ആവേശമോ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. പ്രധാന സങ്കല്പങ്ങളും അതുപോലെ ഇതിൻ്റെ ലക്ഷണവും എന്താണെന്ന് പറയാം. സൗന്ദര്യമുള്ള, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരോ യൗവനത്തിൽ നിൽക്കുന്നതുമായ സ്ത്രീകളെയാണ് ഗന്ധർവന്മാർ ആകർഷരാകുന്നു എന്നാണ് വിശ്വാസം. ഗന്ധർവന്മാർ കൂടിയതായി വിശ്വസിക്കപ്പെടുന്ന വ്യക്തികൾ ഒറ്റയ്ക്ക് സംസാരിക്കുക, ആളുകളുമായി പെട്ടെന്ന് അകൽച്ച കാണിക്കുക, സ്വയം മറന്ന് പ്രകൃതി സൗന്ദര്യമോ സംഗീതമോ ആശ്വസിക്കുക, അകാരണമായി ചിരിക്കുകയോ കരയുകയോ ചെയ്യുക എന്നിവ ചെയ്യാറുണ്ട്. ഭയപ്പെടുന്നതിനേക്കാൾ അതിസുന്ദരനായ ഒരു പുരുഷനുമായി പ്രണയത്തിലാകുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ ഇവർ സ്ഥിരമായി കാണാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രകൃതിയിൽ പെട്ടെന്ന് പാലപ്പൂവിൻ്റെയോ മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളുടെയോ അസ്വാഭാവികമായ മണം അനുഭവപ്പെടുന്നത് ഗന്ധർവ സാന്നിധ്യത്തിൻ്റെ ലക്ഷണമായി പഴമക്കാർ കരുതുന്നു. പഴയകാലത്ത് ഗന്ധർവ ബാധ ഒഴിപ്പിക്കാനായി മന്ത്രവാദവും ഗന്ധർവൻ തുള്ളൽ, കളമെഴുത്തും പാട്ടും തുടങ്ങിയ താന്ത്രിക ആചാരങ്ങൾ നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രീയമായും വൈദികപരമായും ഇതിനെ ഒരു ബാധയായി കാണുന്നില്ല. പഴയകാലത്ത് മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ അഥവാ വിവാദം, മൂഡ് ഡിസോർഡർ അഥവാ മൂഡ് വ്യത്യാസങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന പെരുമാറ്റങ്ങളെയും ഭാവനാലോകത്ത് ജീവിക്കുന്ന പ്രവണതകളെയും വിവരക്കേടുകൊണ്ടോ ഭയം കൊണ്ടോ ആളുകൾ ഗന്ധർവൻ കൂടിയതാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇനി ഗന്ധർവ വിവാഹം എന്താണെന്ന് കൂടി പറയാം. ബ്രഹ്മം, ദൈവം, ആർഷം, പ്രജാപത്യം, ഗാന്ധർവം, അസുരം, രാക്ഷസം, പൈശാചം എന്നീ ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്ന 8 വിവാഹ രീതികളിൽ ഒന്നാണ് ഗാന്ധർവ വിവാഹം. ഇതിൽ വരനും വധുവും പരസ്പര സമ്മതത്തോടെ മാതാപിതാക്കളുടെ ഔപചാരിക ഇടപാടുകളൊന്നുമില്ലാതെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. മഹാഭാരതത്തിൽ ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള ബന്ധം ഇതിൻ്റെ പ്രസിദ്ധ ഉദാഹരണമായി കണക്കാക്കുന്നു. പരസ്പര സ്നേഹവും സമ്മതവും അടിസ്ഥാനമാക്കിയുള്ള വിവാഹം
മാതാപിതാക്കളുടെ മുൻകൂർ സമ്മതമോ ആചാരങ്ങളോ ഇല്ലാതെയും ഇത് സംഭവിക്കാം. ഇന്നത്തെ ലവ് മാരേജ് എന്ന ആശയത്തോട് ഏറ്റവും അടുത്തതായി പലരും ഇതിനെ താരതമ്യം ചെയ്യാറുണ്ട്. ഇനി ചില പ്രശസ്തരായ ഗന്ധർവന്മാരെ പറ്റി അല്പം പറയാം. ഒന്നാമത്തേതാണ് തുമ്പുരു. ഗന്ധർവന്മാരുടെ നേതാവായും സഭയിലെ ഏറ്റവും മികച്ച സംഗീതജ്ഞനുമാണ് ഇദ്ദേഹം. കുതിരയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമായാണ് ഇദ്ദേഹത്തെ പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. തമ്പുരു എന്ന സംഗീതോപകരണത്തിൻ്റെ പേര് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ചിത്രസേനൻ. മഹാഭാരതത്തിൽ പ്രശസ്തനായ ഗന്ധർവ രാജാവാണ് ചിത്രസേനൻ. ഇന്ദ്രലോകത്തിൽ വെച്ച് അർജുനന് ഗന്ധർവവേദം, അതായത് നൃത്തവും സംഗീതവും പഠിപ്പിച്ചത് ഇദ്ദേഹമാണ്. അടുത്തത് വിശ്വവസു. പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന ഗന്ധർവനാണ് വിശ്വവാസു. ആയുർവേദത്തിലും ഔഷധമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിലും വിശ്വവാസുവിന് പ്രത്യേക സ്ഥാനമുണ്ട്. അടുത്തത് ചിത്രാംഗതൻ. മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ശക്തനായ ഗന്ധർവനാണ് ഇദ്ദേഹം. അടുത്തത് ഹാഹാ ഹൂഹു. ബ്രഹ്മാവിൻ്റെയും ഇന്ദ്രൻ്റെയും സഭകളിൽ ഒന്നിച്ച് പാട്ടുപാടിയിരുന്ന രണ്ട് പ്രശസ്ത ഗന്ധർവ സഹോദരങ്ങളാണ് ഹാഹാ ഹൂഹു. പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം എന്ന കഥയിൽ ദേവല മഹർഷിയുടെ ശാപം കാരണം മുതലയായി മാറിയതാണ് ഹൂഹു എന്ന ഗന്ധർവൻ. അടുത്തത് അങ്കാരപർണൻ അഥവാ ചിത്രരഥൻ. മഹാഭാരതത്തിൽ പാണ്ഡവർ ഏകചക്ര ഗ്രാമത്തിലേക്ക് പോകും വഴി ഗംഗാതീരത്ത് വെച്ച് യുദ്ധം ചെയ്ത ഗന്ധർവനാണ് ഈ അങ്കാരവർണ്ണൻ. ഇനി ഗന്ധർവ മന്ത്രത്തെയും ജപിക്കേണ്ട വിധിയെയും പറഞ്ഞു തരാം. വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല ബന്ധങ്ങൾ ലഭിക്കാനും ദാമ്പത്യ സൗഹൃദം വർദ്ധിപ്പിക്കാനും സംഗീതം, കലാപ്രതിഭ എന്നിവയുടെ വികാസത്തിനും മനസ്സിന് സന്തോഷവും സ്നേഹഭാവവും വളരാനും ജപിക്കുന്ന അത്യപൂർവ മന്ത്രമാണ് ശ്രീ ഗന്ധർവൻ്റേത്. ഈ മന്ത്രജപം ആത്മീയവും മാനസിക ഏകാഗ്രതയ്ക്കുമായുള്ള ഒരു അഭ്യാസമാണ്. ഇത് ആരെയും വശീകരിക്കാനുള്ള ഉപാധി എന്ന രീതിയിൽ കാണരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഗന്ധർവ ഗായത്രി മന്ത്രത്തെ പറഞ്ഞു തരാം. ഓം ഗന്ധർവായ വിദ്മഹേ തുമ്പുരുനാഥായ ധീമഹി ഓം തന്നോ ഗാനപ്രദ പ്രചോദയാത്. ഗായകർ, സംഗീത വിദ്യാർത്ഥികൾ, നൃത്ത കലാകാരന്മാർ, ഭജന, കീർത്തനം എന്നിവ അഭ്യാസം ചെയ്യുന്നവർ ഈ ഗന്ധർവ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഗന്ധർവ ഗായത്രി മന്ത്രത്തെ നിത്യവും 11, 21 അല്ലെങ്കിൽ 27 പ്രാവശ്യം വീതം ജപിക്കുക. അടുത്തത് ഒരു ഗന്ധർവ ധ്യാന മന്ത്രത്തെ പറഞ്ഞു തരാം. ഗന്ധർവന്റെ രൂപത്തെയും ഭാവത്തെയും മനസ്സിൽ ധ്യാനിക്കാൻ ഉപയോഗിക്കുന്ന ലളിതമായ ഒരു ശ്ലോകമാണ്. മന്ത്രം ഇതാണ്. സുന്ദരാംഗം മഹാനാഥം സർവഭൂഷണ ഭൂഷിതം വീണാവാദ്യ പ്രിയം ദേവം ഗന്ധർവം പ്രണമാമ്യഹം. ഇനി ഗന്ധർവ മൂലമന്ത്രത്തെ പറഞ്ഞു തരാം. പൂജാവേളയിലും അതുപോലെ ജപത്തിനും ഉപയോഗിക്കാവുന്ന മൂലമന്ത്രമാണ് ഇത്. മന്ത്രം ഇതാണ്. ഓം ക്ലീം ഗന്ധർവരാജായ നമഃ. ഒരിക്കൽ കൂടി മന്ത്രത്തെ കേട്ടോളൂ. ഓം ക്ലീം ഗന്ധർവരാജായ നമഃ. ഇനി ജപിക്കേണ്ട വിധി കൂടി പറഞ്ഞു തരാം. ഗന്ധർവ മന്ത്രത്തെ സന്ധ്യാസമയത്തോ രാത്രിയുടെ ആദ്യ യാമങ്ങളിലോ ആണ് പൊതുവെ സങ്കല്പ പൂജ നടത്താറുള്ളത്.
പൂജ ചെയ്യുന്നയാൾ ശരീരശുദ്ധിയും മനസ്സിൻ്റെ ഏകാഗ്രതയും പാലിക്കണം. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമായി കരുതുന്നു. കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കിയിരുന്ന് ജപിക്കുക. പാല്, കൽക്കണ്ടം, പഴങ്ങൾ അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ എന്നിവ നിവേദനത്തിനായി സമർപ്പിക്കാം. ശാന്തമായ മനസ്സോടെ ധ്യാന ശ്ലോകം ചൊല്ലിയതിനു ശേഷം മൂലമന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത രക്തചന്ദനം, ദേവദാരു എന്നിവയിൽ ഏതെങ്കിലും മാല ഉപയോഗിച്ച് 1 മാലയോ 3 മാലയോ ജപിക്കുക. മധുരമായ സംഗീതം, പ്രകാശമുള്ള ദിവ്യാന്തരീക്ഷം, സന്തോഷകരമായ കുടുംബജീവിതം, സ്നേഹവും സമാധാനവും ഇവയെ ചിന്തിക്കുക. ജപം കഴിഞ്ഞ് മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളും സമാധാനവും സന്തോഷവും വർദ്ധിക്കട്ടെ എന്ന് പറയുക. ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. ശുദ്ധമായ മനസ്സോടെ ജപിക്കുക. ദേഷ്യത്തോടെ ജപിക്കരുത്. മനസ്സിൽ മറ്റൊരാളെ നിയന്ത്രിക്കണമെന്ന ഉദ്ദേശം വേണ്ട. മദ്യപാനത്തിന് ശേഷം ഈ മന്ത്രത്തെ ജപിക്കരുത്. ഒരേ സമയം തന്നെ സ്ഥിരമായി തിരഞ്ഞെടുക്കുക. അതുപോലെ ഫലത്തിൽ അമിത ആസക്തി വേണ്ട. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.